നിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി സ്വീറ്റ് ഐറ്റമാണ്. നമ്മൾ ദീപാവലി സ്പെഷ്യൽ കാലാ ജാമുൻസ് ആണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ജ്യൂസിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള കാലാ ജാമുൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്വീറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദീപാവലിക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, റെസിപ്പി കണ്ടിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ആ ടൈം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിറപ്പിൽ സോക്ക് ചെയ്തിടുന്ന സമയത്ത് പിന്നെ നമ്മളുടെ പാലൊന്ന് വറ്റിച്ചെടുക്കുന്ന ആ ഒരു ടൈമേ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതുപോലെ തന്നെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് അപ്പോഴപ്പോഴായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് കാലാ ജാമുൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് പാലെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു 1/2 ലിറ്റർ പാല്. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായതിനു ശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ബോയിലായിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ സാധാരണ ഇത് ചെയ്യുന്നത് പാൽപ്പൊടിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് പാൽപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ അളവിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ട് വറ്റിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷണലാണ്. ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതുപോലെ പാട കാണില്ലേ, അതൊന്നും മാറ്റരുത്. അതുപോലെ തന്നെ അതായത് അരിക്കാത്ത പാലെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിത് പാൽ അരിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കവറിൽ നിന്ന് അതേപോലെ തന്നെ എടുത്തതാണ്. അപ്പം അരിക്കാതെ എടുക്കുമ്പോഴായിരിക്കും, കാര്യം ഫുൾ ഫാറ്റായിട്ടുള്ള മിൽക്കായിരിക്കും നല്ലത്. അപ്പോൾ പാൽ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇത് എവരിഡേയുടെ പാൽപ്പൊടിയാണ്, 3 ടേബിൾ സ്പൂൺ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം പാൽപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നില്ല, 1 2 ഒഴിക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മളുടെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു തന്നേ ഉള്ളേ. ഇനി ഇത് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നാലേ ഇങ്ങനെ വറ്റി അതൊരു പേസ്റ്റ് പോലെ ആയിട്ട് വരുള്ളൂ. അപ്പം ഇതിങ്ങനെ നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു ടിപ്പാണ് അത്, ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല, അത് ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ, അതായത് നമ്മൾ 1 ലിറ്റർ എടുക്കുന്നതിൽ ഒരു 2 3 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് അതിൽ കലക്കിയിട്ട് ചേർത്ത് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ നല്ലതാണ്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറുക്കി എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റായിട്ട് വരും, പക്ഷേ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുറുകി വരാനുള്ള ടൈം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവേ. അപ്പം ഇത് കണ്ടോ, ഇത് വറ്റി ഈ ഒരു ക്രീം പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ശരിക്കും പഞ്ചസാര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടേസ്റ്റ് ആവും. മിൽക്ക് മെയ്ഡ് ചേർക്കാതെ പാല് പഞ്ചസാരയും മാത്രം ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടും.
അപ്പം ഇത് ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കുറുകി ഒരു നമുക്കിങ്ങനെ എടുക്കാൻ പറ്റണോ അതിന് ആ ഒരു രീതിയിലാക്കി എടുക്കുക. ഇത് കണ്ടോ നോൺ സ്റ്റിക്ക് ആയിട്ടും പാലാണ് ഇത്രയും അതിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഫുള്ളായിട്ട് എടുക്കരുത്, കാര്യം അതിൻ്റെ കളറ് മാറും. ഇപ്പം മുകളിൽ നിന്ന് ആ ഒരു വൈറ്റ് പോർഷൻ മാത്രമായിട്ട് എടുക്കണേ. അപ്പം എന്തേ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ ഈ നമ്മളുടെ ഈ പാലിങ്ങനെ വറ്റിച്ച് കുറുക്കിയെടുത്തത്. പിന്നെ ആ പറ്റി പിടിച്ചെന്ന് പറഞ്ഞില്ല, അത് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്തോട്ട് തന്നെ ഇട്ട് അരിച്ചിട്ട് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ കഴിക്കുന്നവരങ്ങനെ കഴിക്കുക. അപ്പം കൂടുതലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാര്യം ഇപ്പോൾ തന്നെ നോൺ സ്റ്റിക്ക് ആയിട്ട് കണ്ടില്ല ഇത്രയും ആയിട്ടുണ്ട്, ഇത്ര അതിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. ലൂസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒട്ടും പറ്റി പിടിക്കില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ അതിങ്ങനെ ചെയ്ത് ഈ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുമ്പോഴാണ് അതുപോലെ ആവുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ജാമുൻ ഇടാനുള്ളൊരു സിറപ്പ് വേണമല്ലോ, അപ്പോൾ നമുക്ക് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇനി സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് മധുരത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ 1.25 എടുത്തിട്ടുള്ളൂ, ഒരു 1.5-1.25 വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1.25 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കിടാം. സെയിം അളവിൽ 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിന് നന്നായിട്ട് ബോയിലാവണം. ബോയിലായിട്ട് നമ്മുടെ ഒരു നൂൽ പരുവമില്ല, അത് ആവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ബോയിലാവട്ടെ. അപ്പം എന്തേ നമ്മുടെ ഷുഗർ സിറപ്പ് ഇങ്ങനെ ഫുള്ള് അത് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ 2 ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടാലും കുഴപ്പമില്ല, ഇളക്കിയിട്ടിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് കേസറുണ്ട്, അതായത് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം, എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എസൻസ് ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കുന്നത് എസൻസ് ആണ്, കാര്യം എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ട് എസൻസ് ചേർക്കുവാണ്. ഇത് ചേർക്കണം എന്ന് അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ എസൻസിന് കുറച്ച് കളറുണ്ട്, അതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം വീഡിയോയിൽ കാണുന്ന അത്ര കളറില്ല, അത് ഫോണിൻ്റെ ഒരു കളറാണ്, അത്രയും കളറില്ല കേട്ടോ. അപ്പം ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, കേസറും കേസർ എസൻസും ഒക്കെ. ഇപ്പം ഞാൻ എൻ്റെ എസൻസ് ഉണ്ടാകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഉണ്ടാക്കുന്നത്, അവരുടെ എന്തായാലും കുങ്കുമപ്പൂ ഇല്ലാതിരിക്കുകയില്ല. അപ്പോൾ അവരെന്തായാലും ചേർക്കും. ശരിക്കും അതും അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ അത് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാതിരിക്കുമെന്ന് വേണ്ട, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നാരങ്ങ നീര് ചേർക്കാമേ. നാരങ്ങ നീര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു നൂൽ പരുവം ആക്കില്ലേ, അപ്പം ആ ഒരു ടൈമിൽ ഇത് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പം അത് മസ്റ്റായിട്ട് ചേർക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഈ പഞ്ചസാര കട്ട പിടിക്കാനായിട്ട് ആറുന്നതനുസരിച്ച് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ടും നാരങ്ങ നീര് ചേർക്കാം. അപ്പം എന്തായാലും നമ്മുടെ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു നൂൽ പരുവം ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് കുറച്ചൊന്ന് കയ്യിലെടുത്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നൂല് പോലെ വരും. ഇതിങ്ങനെ ഒരു നൂല് പോലെ വരും. അതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു സ്ട്രിങ് പോലെ വരും. അതാണ് അതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ഇത് അടച്ചു വയ്ക്കാമേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പം എന്തായാലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുടെ പാലിൻ്റെ ആ ഒരു സംഭവം ആയിരിപ്പുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കണേ. ഒരു 1.25 ടീസ്പൂണോ 1 ടീസ്പൂണോ ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിത് 1 ടീസ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം മധുരം ഉണ്ട്, അപ്പം അതനുസരിച്ച് ചേർത്താൽ മതി. അപ്പം ഞാനിപ്പം അതിലൊരു 1.25 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണേ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്
1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും. അപ്പം 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും. അപ്പം ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് നെയ്യാണ്. അപ്പം നെയ്യ് ആവശ്യത്തിന് ചേർക്കുക. ഇപ്പം ഞാനിതിപ്പോൾ ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. കറക്റ്റ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടുന്നത് മൈദയാണ്. അപ്പം മൈദ ചേർക്കേണ്ടുന്നത് നമുക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതായത് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന രീതിയിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം എന്താ, ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കുഴയ്ക്കാം. എന്നിട്ട് ബാക്കി ആവശ്യത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം അതനുസരിച്ച് പാലിൻ്റെ ആ ഒരു അളവ് കൂട്ടിയെടുക്കണേ. ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുക. അതായത് ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ആക്കിയെടുക്കണേ. ഇത് ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആകാനായിട്ടുണ്ട്. അപ്പം വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. അപ്പം ടേബിൾ സ്പൂൺ കറക്റ്റ് ആ ഒരു സ്പൂണിൻ്റെ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ടൈറ്റ് ഒരുപാട് അങ്ങ് ടൈറ്റ് ആവാൻ പാടില്ല. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പം എന്താ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഇത്രയേ ഉള്ളൂ മാവ്. എനിക്ക് തോന്നുന്നൊരു 6-7 എണ്ണത്തിനെ തികയുള്ളൂ. നമുക്ക് ഉണ്ടാക്കുമ്പോൾ നോക്കാം കേട്ടോ എത്ര എണ്ണത്തിന് തികയുമെന്ന്. അത്രയും തന്നെ തികയുമെന്ന് എനിക്ക് ഉറപ്പില്ല. നമുക്ക് നോക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ ഇത്രയും മാറ്റുന്നുണ്ട്. അത് ഞാൻ എന്തെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതൊരു 3 ടീസ്പൂൺ അളവിൽ നമ്മുടെ കിസ്മിസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് മുറിച്ചതാണ്. കുറച്ച് മതിയാവും. അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ കളർ, അത് ലിക്വിഡ് കളറാണ്, ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട്. കുറച്ച് മതി, അതൊരു ലൈറ്റ് ഗ്രീൻ മതിയാവും. പിന്നെ കൂടുതൽ കളർ വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും നല്ലൊരു ഗ്രീൻ കളറിൽ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ തന്നെ വേണമെന്നില്ല, റെഡോ പിങ്കോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബോൾസാക്കി ഈ ഗ്രീന് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നന്നായിട്ട് ബോൾസാക്കി എടുക്കണം. അപ്പം ഇതുപോലെ ചെറിയ ഒരു അളവിൽ എടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഗ്രീൻ ഉണ്ടല്ലോ, ഗ്രീൻ നമ്മൾ എടുത്തത് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ സാധാരണ നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുമല്ലോ, അതുപോലെ ആക്കിയെടുക്കാം. ഇതേപോലെ ഓരോ ബോൾസാക്കി എല്ലാം നമുക്ക് എടുക്കാം. അപ്പം കറക്റ്റ് 5 ബോൾസാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം എല്ലാം നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കുക, അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുക. അപ്പം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം വെളിച്ചെണ്ണ എന്നൊന്നും ഉണ്ടാക്കരുത്, അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അത് നമുക്ക് 3 എണ്ണം ഇട്ട് ഫ്രൈ ചെയ്യാം. വലിയ പാത്രമൊക്കെ ആണെങ്കിൽ 5 എണ്ണം ഒരുമിച്ചിട്ട് ചെയ്യാമേ. അപ്പോൾ ഇതിൽ ചെയ്യാം, എന്നാലും 3 എണ്ണം ഇട്ട് ചെയ്തിട്ട് ബാക്കിയിടാം. നമ്മളിട്ട കാലാ ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത്. നല്ല ബ്ലാക്ക് ആവും, പക്ഷെ കരിഞ്ഞതല്ല കേട്ടോ, നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവുന്നതാണ്. അപ്പം നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റാം. അപ്പം നമുക്ക് എല്ലാം ആക്കിയിട്ട് നമുക്ക് നമ്മളുടെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ബാക്കിയുള്ള 2 എണ്ണവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ബാക്കി 2 എണ്ണവും കൂടി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യാവൂ. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്ക് ഈ ഒരു കളറിനെ കരിഞ്ഞ ഒരു കളറായിരിക്കും കിട്ടുക. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് നമുക്ക് തുറക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാലാ ജാമുൻസ് ഇട്ട് കൊടുക്കാം. ഇത് ഇപ്പം ചെറുതാണെങ്കിലും ഈ സിറപ്പിൽ കിടന്നിട്ട് നന്നായിട്ട് ആ സിറപ്പൊക്കെ എടുത്തിട്ട് വലുതാകും. അപ്പോൾ ഇതിലൊരു 3 to 4 hours എങ്കിലും കിടക്കാവുന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ മാറിയിട്ട് ആ ഒരു സിറപ്പെല്ലാം ഇതിലേക്ക് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാനിതൊരു എന്തായാലും അടച്ചൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ആ സിറപ്പിൻ്റെ നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ സിറപ്പ് ഇരിക്കുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മളുടെ ഈ ജാമുൻസിൽ പിടിച്ചെടുക്കണം. അപ്പം നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു 3 to 4 hours 4 hours ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കട്ടെ. അപ്പം നമ്മുടെ കാലാ ജാമുൻ ഒരു 3 hours ഇങ്ങനെ നമ്മൾ അതിൻ്റെ സിറപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നേ. അപ്പോൾ ഒരു 3-3.5 hours ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇത് ഇട്ടത് നമ്മൾ സിറപ്പ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിരുന്നേ. അപ്പം നമ്മുടെ കാലാ ജാമുൻ റെഡി ആയിട്ടുണ്ട്. അതേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേ നല്ല സോഫ്റ്റായിട്ടുള്ള ജാമുൻസാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കിയില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതേ അളവിൽ തന്നെയാണ് ഞാൻ ഇന്നും ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള കാലാ ജാമുൻസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഈ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, നല്ല ഡാർക്ക് കളറാണ്. നമ്മൾ സാധാരണ ഗുലാബ് ജാമുനേക്കാളൊക്കെ ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. ആ സിറപ്പ് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാഫ്രോണും കൂടെയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് നാളെ കാണാം.